ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മധുബനി ആർട്ടിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ബീഹാർ, നേപ്പാൾ എന്നിവിടങ്ങളിലുള്ള നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അവിടെയുള്ള ആൾക്കാർ ഇത് നിറയെ ജോമെട്രിക് പാറ്റേൺസും ഡബിൾ ലൈൻ ഔട്ട്ലൈനും വെച്ചിട്ട് പിന്നെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ആർട്ടാണ് കേട്ടോ ഇത്. പണ്ടൊക്കെ ഇത് അവരുടെ സ്വന്തം ഡിസൈനിൽ നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ പെയിൻറ്റ് ചെയ്യാറ്. നാച്ചുറൽ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ചെടികളിൽ നിന്ന് പിന്നെ മിനറൽസ് നിന്ന് ഇതിന്നൊക്കെയാണ് അവർ കളേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ കണ്ടോ, ഈ മധുബനി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കിറ്റ് തന്നെ നമുക്ക് കിട്ടും. ആ കിറ്റിൽ ഇതേപോലെ കുറേ പാറ്റേൺസ് ഉണ്ടാവും. കാർഡ്ബോർഡിൽ, നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൽ ഓൾറെഡി അവർ ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടാവും. പിന്നെ കളറിന് വേണ്ടിയിട്ട് അവർ ബ്രഷ് പെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബ്രഷ് പെന്നിൻ്റെ രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാം. ഒരു സൈഡ് ബ്രഷ് പെന്നും ഒരു സൈഡ് നോർമൽ പെന്നുമാണ്. അത് വെച്ചിട്ട് നമുക്കിത് കളർ ചെയ്യാം. ഞാനിത് കണ്ടത് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചിയുടെ കുട്ടിയുടെ അടുത്ത് ഇതൊരു കിറ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ എനിക്ക് തന്നു, നമുക്കിത് പെയിൻറ്റ് ചെയ്യാം ചിറ്റാന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കേട്ടോ അത് പെയിൻറ്റ് ചെയ്യണത്. ഇത് പെയിൻറ്റ് ചെയ്യാൻ ഇതുപോലെ ഒരു പാലറ്റും ഉണ്ട്. അതിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ട് വാട്ടർ മിക്സ് ചെയ്താൽ ഒരു ഷെയ്ഡ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിൽ അവർ തന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഷേപ്സ് കണ്ടോ, ആ ഷേപ്സ് നമുക്ക്, ഞാനിപ്പോൾ ആ ബ്രഷിൻ്റെ രണ്ട് സൈഡുമാണ് കാണിക്കുന്നത് കേട്ടോ. രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഈ മധുബനി ആർട്ടിനെ മിഥില ആർട്ടെന്നും അവർ പറയാറുണ്ട് കേട്ടോ. ഇതിൻ്റെ പെയിൻറ്റിങ് അവർ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല. അഥവാ ഗ്യാപ്പ് ഉണ്ടായാൽ തന്നെ ആ ആർട്ടിസ്റ്റ് അവിടെ ബേർഡ്സ്, ജിയോമെട്രിക് ഷേപ്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആ ഒരു സ്പേസ് അവർ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യും. പണ്ട് കാലങ്ങളിൽ ഫീമെയിൽസ് ആണത്ര ഈ ആർട്ട് അധികവും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോഴോ, ലൈക്ക് മാരേജ്, ഫെസ്റ്റിവൽ, അതായത് ഹോളി, പിന്നെ ഈ ദുർഗാ പൂജ, ദേവി പൂജ, ഇതൊക്കെ അവർ പരമ്പരാഗതമായിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമൺ ആയിട്ട് ഈ ആർട്ട് യൂസ് ചെയ്തിരുന്നത്. ബീഹാറിലെ മധുബനി ഡിസ്ട്രിക്റ്റിലുള്ള മിഥില റീജിയൻ എന്ന് ആ ഏരിയത്തെ ആൾക്കാർ ഇപ്പോഴും ഇത് ട്രഡീഷണൽ വേയിൽ തന്നെയാണ് പെയിൻറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്തൊരു ഈസി ആയിട്ട് ചെയ്യാം. ഇതുപോലെ ഒരു കിറ്റായിട്ട് കിട്ടുമ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് കേട്ടോ. നല്ല ഈസിയാണ് ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ആർട്ടിനെ പറ്റിയിട്ടൊക്കെ അറിയാനും അതിനെ പറ്റിയിട്ട് പഠിക്കാനും പിന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കാനും വേണ്ടിയിട്ട് വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ആ ലീഫിൻ്റെ പാറ്റേണൊക്കെ ഈസി ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഷേപ്സ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. അങ്ങനെ ഞാനും മീനാക്ഷി ഇപ്പോൾ 2 പാറ്റേൺ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ബ്ലോക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടാളും പെയിൻറ്റ് ചെയ്തത്. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു കാർഡാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലും ഇങ്ങനെ വേറെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ പേപ്പറിലും അവർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ മധുബനി പെയിൻറ്റിങ്ങും സ്റ്റോറിയും? വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും മറക്കാതെ കൊടുക്കണേ.